ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ലോങ് റൈഡിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടുന്ന് കാശി വാരാണസിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ട് നാഗർകോവിൽ എന്നാണ്. നാഗർകോവിൽ നിന്ന് വാരാണസി. കാശി തമിഴ് എക്സ്പ്രസ് ആണ് ട്രെയിനിൻ്റെ പേര്. അപ്പോൾ വണ്ടി നമ്മൾ പാഴ്സലിൽ ബുക്ക് ചെയ്തിട്ട് ആ ട്രെയിനിൽ തന്നെ നമ്മൾ കയറി പോവുകയാണ്. ഡയറക്റ്റ് ട്രെയിനാണ് വാരാണസി. വാരാണസിൻ്റെ അടുത്ത സ്റ്റോപ്പ് ബനാറസ് വരെയാണ് ഈ ട്രെയിൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ട്രെയിനിൽ കയറാൻ പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ നാഗർകോവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ടൈം വന്നിട്ട് 8:55 പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ വണ്ടിയും വന്നിട്ട് പോകുന്ന അതേ ട്രെയിനിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാരണാസിയിൽ വന്ന് തന്നെ പിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് തന്നെ വണ്ടി എടുത്തിട്ട് അത് ഇറങ്ങാൻ പറ്റും. ഗൈസ്, ഇതാണ് നമ്മുടെ ട്രെയിൻ റൂട്ട്. തമിഴ്നാട്, ആന്ധ്ര, മധ്യപ്രദേശ് വഴിയാണ് യു പിയിലെത്തുന്നത്. യു പി പ്രയാഗ്രാജ് വഴി നേരെ വാരണാസി. ഗൈസ്, ഈ കാണുന്ന മധ്യപ്രദേശിലെ ബാൽഘട്ട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റാണ്. ഇവിടെ കൂടുതൽ നെൽകൃഷിയാണ്. നെല്ലെല്ലാം വിളവെടുക്കാൻ പാകത്തിന് വിളഞ്ഞു നിൽക്കുകയാണ്. കറക്റ്റ് ട്രെയിനായതുകൊണ്ട് തന്നെ ട്രെയിന് നല്ല തിരക്കാണ്. നിങ്ങളിതാ കാണുന്നില്ല, ഫുള്ള് വിളിച്ച് നെരിയാണ് ഇരിക്കുന്നത് ട്രെയിനകത്ത്. അപ്പോൾ ഇത് വീക്കിലി വൺ ഡേ ആണ് ഈ ട്രെയിൻ ഉള്ളത്. വാരണാസിയിൽ നിന്ന് 5 കിലോമീറ്ററിന് അപ്പുറത്താണ് നമ്മുടെ ബനാറസ് വരുന്നത്. നമ്മളിപ്പോൾ ബനാറസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വണ്ടി നമ്മൾ പാഴ്സൽ ചെയ്യുന്ന സമയത്ത് പെട്രോൾ മൊത്തം ഡ്രൈ ആക്കിയിട്ടാണ് ട്രെയിനിൽ കയറ്റുന്നത്. അപ്പോൾ പെട്രോൾ ഒരു തുള്ളി പോലും ടാങ്കിൽ കിടക്കാൻ പാടില്ല. അത് മൊത്തം തുടച്ചിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് വണ്ടിയിലകത്ത് കയറ്റുന്നത്. നമ്മളിപ്പം ഇവിടെ ബനാറസ് വന്നിറങ്ങിയതിന് ശേഷം നമുക്ക് പെട്രോൾ ഇവിടെ വെളിയിൽ ഒരു 2-3 കിലോമീറ്ററിന് അപ്പുറത്താണ് പമ്പുള്ളത്. അവിടെ പോയി പെട്രോൾ വാങ്ങിയിട്ട് വേണം നമുക്ക് വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പെട്രോളൊക്കെ അടിച്ച് ഇപ്പം നേരെ പോകുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ നിന്ന് ഗംഗാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം മോർണിംഗ് 7:30 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് കാശിയിലേക്ക്. लाल चाहिए, पीला चाहिए, सफ़ेद चाहिए। गंगा स्नान बस वो आ गया आगे जाकर कहीं इधर मुड़ जाएगा, गाड़ी होगा ना. ഇപ്പോൾ സമയം രാവിലെ 8:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗംഗാ നദിയുടെ തീരത്താണ് നിൽക്കുന്നത്. ശിവൻ്റെ അമ്പലമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ഗംഗാ നദിയിൽ ഒരുപാട് ഷിക്കാരകളും അതുപോലെ ബോട്ടുകളും നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് 84 ഘട്ടുകളുണ്ട്. 84 ഘട്ടുകളിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബോട്ടുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുള്ളത്. അസി ഘട്ട്, മണികരൻ ഘട്ട്, മഹാരാജ ഹരിചന്ദ് ഘട്ട്, അങ്ങനെ 84 ഘട്ടുകളുണ്ട്. അത് കാണാൻ വേണ്ടിയാണ് ഈ ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ബോട്ടിൽ വന്നിട്ട് ഫീസ് 100 റുപ്പീസാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഓരോരോ ഘട്ടുകളാണ്. അപ്പോൾ ഓരോ ഘട്ടുകൾക്കും ഓരോ ഹിസ്റ്ററികളാണുള്ളത്. രാജ ഹരിചന്ദ് ഘട്ട് വന്നിട്ട് ഹരിചന്ദ് എന്ന് പറയുന്ന രാജാവ് അവൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ വളരെ ഫേമസ് ആയ ഒരു ഘട്ടാണ് അസി ഘട്ട്. അവിടെയാണ് ഗംഗാ സ്നാനെല്ലാം നടത്തി നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്നത് എല്ലാവരും. കാശി സന്ദർശിക്കാൻ പറ്റിയ ടൈം ഒക്ടോബർ ടു മാർച്ച് ടൈമിലാണ്. ജനുവരി ടൈമിലൊക്കെ നല്ല തണുപ്പാണ്. 5 ഡിഗ്രി ടെമ്പറേച്ചർ വരെ താഴുന്നുണ്ട്. അത് മൊത്തത്തിലൊരു നല്ല സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന പ്ലേസാണ് മണികർണിക ഘട്ട്. തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ഗംഗാ ദ്വാർ എന്നറിയപ്പെടുന്ന കാശി വിശ്വനാഥ് ടെമ്പിളിലോട്ട് പോകുന്ന പ്ലേസാണത്. ഈ കാണുന്ന അസി ഘട്ടിൽ നിന്ന് കുളിച്ചിട്ടാണ് എല്ലാവരും ടെമ്പിളിലോട്ട് പോകുന്നത്. അമ്പലത്തിലോട്ട് പോകുന്ന ചെറിയ ഗള്ളിയാണ്. അത് ഒരു 300 മീറ്റർ ഉണ്ടാകും. നമുക്ക് അവിടെ നിന്ന് നടന്നാൽ പോകുന്ന വഴിക്ക് ലോക്കർ സിസ്റ്റം ഉണ്ട്. ഇടയ്ക്ക് പല കടകളിൽ നിന്ന് വിളിക്കും ലോക്കർ സിസ്റ്റം. അവിടെ നമുക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല. അവിടെ മൊബൈല്, അതുപോലെ പേഴ്സ്, ബെൽറ്റ്, ക്യാമറ ഇതൊന്നും അലൗഡല്ല അമ്പലത്തിനകത്ത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ലോക്കറിൽ വെച്ചിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ലോക്കർ സിസ്റ്റം ഉണ്ട്. നമുക്ക് അവിടെ തന്നെ വയ്ക്കാവുന്നതാണ്. ഈ പോകുന്ന വഴിക്കുള്ള കടകളിലെല്ലാം ഈ ലോക്കറിന് വേണ്ടി വിളിക്കും. നമ്മൾ അവിടെ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ലോക്കർ സിസ്റ്റം ഉണ്ട്. നമുക്ക് അവിടെ തന്നെ വയ്ക്കാവുന്നതാണല്ലോ. അമ്പലത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അമ്പലത്തിനകത്ത് ക്യാമറ അലൗഡില്ല. ഇപ്പോൾ കാണാൻ പോകുന്ന പ്ലേസാണ് നമ്മൾ നേരത്തെ കണ്ട മണികർണിക ഘട്ട്. ഇവിടെ 24 hours ബോഡി കത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ മൃതദേഹങ്ങൾ അവരുടെ ബന്ധുക്കൾ കൊണ്ടുവന്ന് ഗംഗായിൽ സ്നാനം ചെയ്തിട്ട് ഇവിടുന്ന് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കത്തിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ എപ്പോഴും റെഡിയാണ്. 24 hours ആളുണ്ട്. അതുപോലെ വിറകുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. കാണുന്ന 2 അഘോരികളാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ബോഡി കത്തിച്ചാലും ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ അമ്പലത്തിനകത്ത് ക്യാമറ അലൗഡില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ക്യാൻറ്റീനുണ്ട്.
ഇവിടുത്തെ ചായ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. വെജിറ്റബിൾ ആയിട്ടുള്ള ഫുഡെല്ലാം കിട്ടും ഇവിടെ. ഗൈസ്, ഈ കാണുന്ന റൂട്ട് വ്യാസ് ഭവനിലോട്ട് പോകുന്ന റൂട്ടാണ്. അവിടെ 10 to 10:30 വരെ യോഗയുണ്ട്, യോഗ പ്രാക്ടീസ് ഉണ്ട്. അതുപോലെ അവിടെ കുറച്ച് പിത്തളയുടെ വാട്ടർ ബോട്ടിൽസ്, അതുപോലെ സ്പിരിച്വൽ ഓർണമെൻറ്റ്സുകളൊക്കെ ഉണ്ട് സെയിലിന് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവിടെ യോഗ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാകും. അതുപോലെ ഒരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. 50-60 പേർക്കൊക്കെ ഇരുന്ന് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. ഇന്നിവിടെ ആൾ കുറവാണ്. ഗൈസ്, ഇവിടെ പലതരത്തിലുള്ള ലസ്സിയും അതുപോലെ സ്വീറ്റ്സുകളും ഉണ്ട്. അതിലൊരു സ്പെഷ്യൽ ഐറ്റമാണ് ബാങ് ലസ്സി. നമ്മളിപ്പോൾ എല്ലാം തിരിക്കുകയാണ്. നമ്മൾ കാശിയിൽ നിന്ന് നേരെ അടുത്ത് ഗോരഖ്പൂരിലോട്ടാണ് പോകുന്നത്. ഗൈസ്, ഇവിടുന്ന് പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇവിടെ എൻ്റെ ക്യാമറയുടെ ബാറ്ററി മൊത്തം ട്രെയിനായി. അപ്പോൾ പുതിയ ബാറ്ററി വാങ്ങാൻ വേണ്ടി പുള്ളിക്കാരനാണ് എനിക്ക് ഷോപ്പിലൊക്കെ കൊണ്ടുപോയി വാങ്ങി തന്നത്. പുള്ളി ഇവിടുത്തെ ലോക്കൽ ആളാണ്. വാരണാസിയിൽ നിന്ന് നമ്മൾ നേപ്പാളിൽ പോകുന്ന റൂട്ടിലാണുള്ളത്. ഇനി നേപ്പാളിലെ വിഷ്വൽസുമായി വീണ്ടും കാണാം. കീപ് വാച്ചിങ്.